ഷാഫി പറമ്പിലിനെതിരായ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായി. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV സതീശന്റെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് CV സതീഷ്. സുന്ദരികളും സുന്ദരികളല്ലാത്തവരുമായ സ്ത്രീകളായിട്ട് സ്ത്രീ സമൂഹത്തെ രണ്ടായി വീതിച്ചുകൊണ്ട് സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനോട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണമെന്നും മാത്രമല്ല ഷാഫി പറമ്പിൽ എന്ന ജനകീയ നേതാവിനെ അദ്ദേഹം വളരെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്ത അധിക്ഷേപ പരാമർശം നടത്തിയതിനെ ഈ പൊതുപ്രവർത്തകർക്ക് തന്നെ അപമാനം വരുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി അജിത് ബാബു ഉണ്ട്. അജിത്ത്, ആരുടെയൊക്കെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഈ കേസിനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് സാധ്യത? എന്താണ് വിശദാംശങ്ങൾ? പ്രധാനമായും അഖില രവീന്ദ്രൻ ഇന്ന് ഈ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള CV സതീഷിൻ്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള പരാതിയിൽ മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് പോലീസിനോട് സംസാരിക്കുക ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ടായി. താൻ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളെന്ന നിലയ്ക്കാണ് പരാതി നൽകുന്നതും ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകളുടെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിച്ചതിന് സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് CV സതീഷ് പറഞ്ഞു. അതിൽ പോലീസ് പ്രധാനമായും മുമ്പിലുള്ള പ്രതിസന്ധി ഇത്തരത്തിൽ ഒരു തേർഡ് പാർട്ടി പരാതിയാണ്. ഷാഫി പറമ്പിൽ ഇതുവരെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല. ആ ഘട്ടത്തിൽ പോലീസ് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഷാഫി പറമ്പിലിനോട് കൂടി ആലോചിച്ചിട്ടാണ് പരാതി നൽകിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതാക്കൾ പറഞ്ഞു. ഇനി സ്വാഭാവികമായും ഷാഫി പറമ്പിലിനെ കൂടി മൊഴി പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. നിലവിലേതാണെങ്കിലും കേസെടുക്കുന്ന നടപടിയിലേക്ക് കടക്കാമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞ ഈ തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പോലീസ് ഏതാണെങ്കിലും ആ നടപടിയിലേക്ക് കടക്കുക. നിലവിലേതാണെങ്കിലും പ്രാഥമികമായി പരാതി നൽകിയവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് ഷാഫി പറമ്പിലിന്റെ മൊഴി രേഖപ്പെടുത്തും. അജിത്ത്, വിവാദമായ പരാമർശമായിരുന്നു. അതിൽ ഷാഫിയുടെ പരാതി നേരിട്ട് ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കാലതാമസവും നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആരുടെ പരാതിയിലാണ് ഈ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. അതായത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേരിട്ട് നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള CV സതീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ SP ഓഫീസിൽ നേരിട്ടെത്തിയായിരുന്നു പരാതി നൽകിയിരുന്നത്. അവിടെ എത്തി പരാതി നൽകിയതിന് പിന്നാലെ ജില്ലാ പോലീസ് മേധാവി ആ പരാതി ഇത്തരത്തിൽ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൈമാറുകയായിരുന്നു. ആ നോർത്ത് പോലീസാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നടപടികളുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഇത്തരത്തിൽ അതിൻ്റെ പരാതി നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. സ്വാഭാവികമായി നമുക്കറിയാം ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി കംപ്ലയിൻറ്റുകളുടെ ഉള്ള ഒരു സ്വഭാവം അറിയാം. ഈ പരാതി നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തും. പിന്നീട് ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിൻ്റെ മൊഴി രേഖപ്പെടുത്തും. അങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. നിലവിലേതാണെങ്കിലും ഷാഫി പറമ്പിലിൻ്റെ ഉൾപ്പെടെ മൊഴി ഇനി രേഖപ്പെടുത്താനുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ ഉന്നയിക്കാനാണ് ഇപ്പോഴും കോൺഗ്രസ് തീരുമാനിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ SP ഓഫീസ് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ ഇതുവരെ അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലയിലെത്തിയതിന് പിന്നാലെ വലിയ തിരിച്ചടി ഉൾപ്പെടെ പ്രതിരോധത്തിൽ നിന്ന് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് സജീവമായി ചർച്ചയിൽ നിർത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.